സോ റസ്റ്റിംഗ് ഓഫ് അയൺ, ഇതിൽ 3 പോയിൻ്റാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് റസ്റ്റിംഗ് ഓഫ് അയൺ, ദെൻ the chemical equation for that rusting of iron and the prevention method. Okay, first one, what is rusting of iron? The formation of reddish brown substance on iron due to reaction with oxygen plus moisture. അതായത് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഗേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു സാധനം പുറത്ത് ഓപ്പൺ എയറിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ കാറ്റ്, വെള്ളം ഇതൊക്കെ തട്ടുമ്പോൾ നമുക്കത് തുരുമ്പെടുത്ത് സംഭവിക്കുക പോണത് കാണാൻ പറ്റും. അതായത് ഇരുമ്പും ഓക്സിജനും വെള്ളവും തമ്മിലുള്ള റിയാക്ഷനിൽ ഉണ്ടാവുന്നതാണ് ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ, ഓക്സിജൻ ആൻഡ് വാട്ടർ. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് ഈ അയണിൽ എന്ത് സംഭവിക്കുന്നത്, തുരുമ്പ് പിടിക്കൽ സംഭവിക്കുന്നത്. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. സോ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നോക്കൂ. അയൺ Fe, ഇത് നമ്മൾ മുന്നേ പഠിച്ചു. Fe അയൺ അല്ലേ, റിയാക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് വിത്ത് അയണിൽ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അയൺ മീൻസ് Fe, അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ Fe പ്ലസ് O2 ഓക്സിജൻ, H2O വാട്ടർ. അപ്പോൾ നമുക്കത് എന്താണ് തരുന്നത്, Fe2O3. നമുക്ക് കിട്ടുന്നത് Fe2O3, അതായത് അയൺ ഓക്സൈഡാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ തുരുമ്പ് പിടിക്കുന്നതൊക്കെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാം, ആ മെത്തേഡാണ് ഇതിൽ 3ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, അപ്ലൈ പെയിൻറ്റിങ്, പ്രിവെൻറ്റ് എക്സ്പോഷർ ടു മോയ്സ്ചർ ആൻഡ് എയർ. അപ്പോൾ അപ്ലൈ പെയിൻറ്റിങ്, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് പോയിൻറ്റ്, ഓയിലിംഗ് ഓർ ഗ്രീസിങ്, ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഓക്കെ, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നതാണ് ഗാൽവനൈസേഷൻ. ഇതിൽ നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് ഗാൽവനൈസേഷൻ. ഓക്കെ, കോട്ടിംഗ് അയൺ വിത്ത് എ ലെയർ ഓഫ് സിങ്ക് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ്, അതായത് ഈ തുരുമ്പ് പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ കോട്ടിംഗ് കൊടുക്കും വിത്ത് എ ലെയർ ഓഫ് സിങ്ക്. അതിനെയാണ്, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഗാൽവനൈസേഷൻ. ഓക്കെ, ആ സിങ്ക് പാളി പൂശുന്ന ആ ഒരു പ്രക്രിയയെയാണ് ഗാൽവനൈസേഷൻ എന്ന് നമ്മളിവിടെ വിളിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ റസ്റ്റിംഗ് ഓഫ് അയൺ. 3 കാര്യമേ ഉള്ളൂ. വീടിൻ്റെ നമ്മൾ റൂഫിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡെഫിനിഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കെമിക്കൽ ഇക്വേഷൻ. വാളിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്, ഓൾ അബൌട്ട് ദ പ്രിവെൻറ്റീവ് മെത്തേഡ്. 3 പോയിൻ്റാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. സോ ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നെക്സ്റ്റ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് നോക്കാം. ഇതിൽ ഡെഫിനിഷൻ, പ്രോസസ് ആൻഡ് എക്സാമ്പിൾസ്. ഡെഫിനിഷൻ, പ്രോസസ്, എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ ക്രിസ്റ്റലൈസേഷൻ? ഓക്കെ, a process by which a solid forms from a solution or melt with an organized structure. അതായത് നമുക്ക് ഒരു ലായനി നമ്മളത് ഹീറ്റ് ചെയ്ത് അത് കൂൾ ഡൗൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു ക്രിസ്റ്റൽ ഫോമിൽ കിട്ടും. അതിനെയാണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ പറയുന്നത്. അതെങ്ങനെയാണ് നോക്കാം. അതായത് ഒരു ബീക്കറിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം, എന്നിട്ട് അതിൽ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ചേർക്കാം. ഓക്കെ, അത് സൾഫ്യൂരിക് ആസിഡ് ചേർത്തതിന് ശേഷം അതിനെ നല്ലോണം തിളപ്പിക്കാൻ വയ്ക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മളതിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ആ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അതായത് ആ കോപ്പർ സൾഫേറ്റ് നല്ലോണം അലിഞ്ഞ് അതിൽ ചേരുന്നത് വരെ നല്ലോണം ഇളക്കുക. അതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്ത് ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കുന്ന സമയത്ത് ലൈറ്റ് ഫോം ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് പോയിന്റ് ആക്കിയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. സെക്കൻഡ് പോയിന്റ്, ഫിൽറ്റർ ടു റിമൂവ് ഇംപ്യൂരിറ്റീസ്. Allow the solutions to cool slowly to form crystals. Formation of large crystals of pure copper sulfate from its solution. ഓക്കെ, സണ്ണിൻ്റെ ഇമേജ് ഓർമ്മ വരട്ടെ. അതിൽ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതേണ്ടത്, ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം പ്രോസസ്സ് എഴുതാം. അതിൻ്റെ എക്സാമ്പിൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് ആ പോയിൻറ്റ്സ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ക്രിസ്റ്റലൈസേഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ, ദെൻ റിയാക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് വിത്ത് അയൺ, റസ്റ്റിംഗ് ഓഫ് അയൺ, ക്രിസ്റ്റലൈസേഷൻ. ഇതിൽ വേറൊരു പോയിൻറ്റും കൂടി നമ്മൾ പഠിച്ചു, ഗാൽവനൈസേഷൻ. ഓക്കെ, ഇതുപോലെ നമ്മൾ ചിത്രം വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പോയിൻറ്റ്സും എക്സാമിന് എഴുതുന്ന സമയത്ത് ഓർമ്മ വരും. സോ ഇതുപോലെ എഴുതി നോട്ട്സ് എഴുതി പഠിക്കാം. ബെസ്റ്റ് വിഷസ്.